ഹലോ. ഒബ്റോൺ മോളിൽ പോയപ്പോഴേ ഇപ്പോൾ ഈ ഒരു സാറ്റർഡേ സൺഡേ ആയിട്ട് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ട് പോയതല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് പോയതാണ്. അപ്പോൾ അടിപൊളി ഫെസ്റ്റായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ക്രിസ്മസ് തീം ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ടോപ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വരാം. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് കത്തിയാന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അധികം റേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹോം മെയ്ഡ് കുറേ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കൂടുതലായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കുറേ കോട്ടൺ കുർത്തീസും പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഇതിൽ കയറിയപ്പോൾ എനിക്ക് കുറേ ഐറ്റംസ് കാണാൻ പറ്റി. നല്ല വെറൈറ്റി ആയിട്ടുള്ള റേറ്റും അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. 100 രൂപ 200 രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ കമ്മലിൻ്റെ കളക്ഷൻ കണ്ടാൽ ഞാൻ അവിടെ നിന്ന് എന്തായാലും നോക്കും. അപ്പോൾ കമ്മൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സും മാലകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കമ്മലാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് അത്യാവശ്യം എനിക്ക് എല്ലാത്തിൻ്റെ കൂടിയും പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാലയൊക്കെ നോക്കി. മാല വേറൊരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു നൈസായിട്ടുള്ളൊരു ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ കുറേ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കണ്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ലഞ്ച് ബോക്സും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് കളിക്കാൻ പറ്റിയ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചു. കൊച്ചു കുട്ടികൾക്കുള്ള അങ്ങനത്തെ 2 ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലത്തെ കുറേ സ്റ്റിക്കേഴ്സും പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഇത് കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടും ഇങ്ങനത്തെ കുറേ ഈ ഞാൻ കൂടുതലായിട്ട് നോക്കിയത് ക്രിസ്മസ് തീംസിന് പറ്റിയ കുറച്ച് ഓർണമെൻറ്റ്സ്. ഇവിടെയൊക്കെ കുറേ നല്ല ആൻറ്റിക് പോലത്തെ അങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണ് എപ്പോഴും കമ്മലിലേക്കാണ് പോവുക. കമ്മൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചെയിൻ ആയാലും ഇങ്ങനെ നൈസായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അധികം 100 റുപ്പീസ് 50 റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറേ നോക്കി. പിന്നെ അധികം ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത് വിചാരിച്ചിട്ടല്ല പോയ, വേറെ ട്രെൻഡ്സിൽ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ പിന്നെ വീണ്ടും കുട്ടികൾ അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെയും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാട്ടർ ബോട്ടിൽസും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ എന്തായാലും കുട്ടികൾ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ കൊണ്ടുപോയാൽ മതി. പിന്നെ ഈ ഒരു ചെയിനാണ് ഞാൻ എടുത്തത്. നൈസായിട്ടുള്ള ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നൈസായിട്ടുള്ള, അപ്പോൾ എനിക്ക് മോൾക്ക് മാറി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഇന്നും നാളെയാണ് ഒബ്റോൺ മോളുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ അടുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.